അപ്പൊ യൂട്യൂബർ ആയിട്ടുള്ള സുനിത ദേവദാസ് എല്ലാവർക്കും അറിയായിരിക്കും പുള്ളിക്കാരത്തിനെ. അപ്പൊ പുള്ളിക്കാരത്തിനെ അധിക്ഷേപിച്ചിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ അതിൽ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ, ഇപ്പൊ വേശി എന്ന് തുടങ്ങിയ വാക്കുകളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സുനിത ദേവദാസ് എന്നാണ് പുള്ളിക്കാരത്തിന്റെ പേര്. അപ്പോ ദേവദാസി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേശി എന്നാന്നൊക്കെ പറഞ്ഞിട്ട് സീക്രട്ട് ഏജന്റ് ഈ പറഞ്ഞ പോലെ സുനിതനെ അധിക്ഷേപിക്കുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട്. അപ്പൊ ഇതിനുള്ള പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ ആയിട്ടുള്ള അഖിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭാര്യ ഒരു ബസ് കണ്ടക്ടറിനെ പൊളിച്ചോടി പോയി. മിക്കവർക്കും അറിയായിരിക്കും ആ വിഷയം. അപ്പോ അതിനോടനുബന്ധിച്ച് നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതില് ഈ ഏജന്റ് പറയുന്നുണ്ട് പുള്ളിക്കാരന്റെ ഫ്രണ്ടാണ് ഈ അഖില്, ഈ ഒളിച്ചോടിയ പെണ്ണിന്റെ ഭർത്താവ് പുള്ളിക്കാരന്റെ ഫ്രണ്ടാണ്. അപ്പൊ പുള്ളിക്കാരൻ വിളിച്ചിരുന്നു എന്നും അല്ലെങ്കിൽ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യണത്. അതായത് സ്വന്തം കൂട്ടുകാരന്റെ പ്രൈവസി വിറ്റ് പൈസ ഉണ്ടാക്കുന്നത്, അതാണ് അതിലെ സംഭവം, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ അതിന് വിമർശിച്ച് നമ്മുടെ സുനിത ദേവദാസ് ഒരു വീഡിയോ ചെയ്തു പിറ്റേ ദിവസം. അപ്പോ അതിൽ വളരെ രൂക്ഷമായിട്ട് ഈ സീക്രട്ട് ഏജന്റിന്റെ ഈ ഇരട്ടത്താപ്പും പിന്നെ ഈ പറഞ്ഞ പോലെ ദുഷിച്ച ചിന്താഗതിയും കൂട്ടുകാരെ എങ്ങനെയാണ് പൈസയ്ക്ക് വേണ്ടി വിൽക്കണേന്നൊക്കെ ഉള്ളത് ശരിക്കും എടുത്തു കാണിച്ചു സുനിത. അപ്പോ പക്ഷെ അതില് കുറച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സുനിത അതിൽ ഉപയോഗിച്ച വാക്കുകളൊക്കെ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ പിശാചെന്നും ഈ പറഞ്ഞ കുറച്ച് കുട്ടിത്വം പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് പാർലമെന്ററി അല്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അധിക്ഷേപം ഒന്നും അത്ര എനിക്ക് ഫീൽ ചെയ്തില്ല, പക്ഷെ ഇത്തിരി കൂടി മാന്യമായിട്ട് ചെയ്യായിരുന്നു എന്റെ പേഴ്സണൽ അഭിപ്രായത്തില്. അപ്പൊ അങ്ങനെ വീഡിയോ ചെയ്തു, ഈ സീക്രട്ട് ഏജന്റിന്റെ ഇരട്ടത്താപ്പും ഈ ദുഷിച്ച ചിന്താഗതിയൊക്കെ എടുത്തു കാണിച്ചു. അപ്പൊ അത് കണ്ടപ്പോ ഒബിയസ്ലി സീക്രട്ട് ഏജന്റിന് ട്രിഗേർഡായി. പിന്നെ അത് മാത്രമല്ല, സീക്രട്ട് ഏജന്റിനെ ആൾക്കാർ അൺഫോളോ ചെയ്ത് പോകാനൊക്കെ തുടങ്ങിയപ്പോ പിന്നെ കമന്റ് ബോക്സിലും ഈ പറഞ്ഞ സുനിധിക്ക് നല്ല സപ്പോർട്ടും സീക്രട്ട് ഏജന്റിനെ ഒരുപാട് അധിക്ഷേപിച്ചു തുടങ്ങിയ ആൾക്കാർ. അപ്പൊ പുള്ളിക്കാരൻ അതിനെതിരെ, അതായത് സുനിതയ്ക്ക് എതിരെ ഒരു വീഡിയോ ചെയ്തതാണ് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇഷ്യൂ ആയിക്കണത്. വലിയ ഇഷ്യൂ ആയിട്ടില്ല, പക്ഷെ ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ട്. സുനിത ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചു തുടങ്ങി പല ഗുരുതര വകുപ്പുകൾ ഈ ഏജന്റിനെതിരെ വരാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ, ഈ പറഞ്ഞ പോലെ വേശി എന്നൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് വിളിച്ചാലും അതില് നിയമവശങ്ങൾ നമ്മൾ നോക്കണം. പക്ഷെ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ്. ഈ ഏജന്റിന്റെ തനിനിറം പുറത്തു വന്നു, പറഞ്ഞ മനസ്സിലായില്ലേ. ചില ആൾക്കാരുടെ തനിനിറങ്ങൾ പുറത്തു വരെ എപ്പോഴാന്ന് വെച്ചാൽ അവർ ട്രിഗേർഡ് ആവുമ്പോഴാണ്, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ ഇതിലേക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവരുടെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഇതിൽ ഇമ്പോർട്ടന്റ്. അതായത് ഈ ഏജന്റ് സുനിതനെ കമ്പനി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നുണ്ട്, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ എനിക്ക് മനസ്സിലായിടത്തോളം ഈ സുനിതയുടെ വീഡിയോസ് ഒരു പരിധി വരെ ഇടതുപക്ഷത്തോട് യോജിച്ച വീഡിയോസ് തന്നെയാണ്. പക്ഷെ അതിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു പരിധി വരെയൊക്കെ, ഒരു ഇടതുപക്ഷ അനുയായി പോലത്തെ വ്യക്തി. എന്നാൽ ഒരു അന്തം കമ്മി അല്ലെങ്കിൽ ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ആളൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോ സീക്രട്ട് ഏജന്റിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു കോൺഗ്രസ് അനുകൂല വ്യക്തിയാണ് എനിക്ക് മനസ്സിലായിടത്തോളം. പുള്ളിക്കാരൻ BJP നല്ല രീതിക്ക് വിമർശിക്കും, ഈ കമ്മ്യൂണിസ്റ്റുകാരെ നല്ല രീതിക്ക് വിമർശിക്കും, കോൺഗ്രസ്സുകാരെ ചെറിയ രീതിക്ക് വിമർശിക്കും. അത് നിഷ്പക്ഷത ചമയാനായിട്ട് കുറച്ച് കോൺഗ്രസ്സുകാരെ വിമർശിക്കും. പക്ഷെ പുള്ളിക്കാരൊരു കൊങ്ങിയാണ്. അത് നമുക്ക് കഴിഞ്ഞ ഇലക്ഷന് പുള്ളിക്കാരന്റെ PR വർക്ക് കണ്ടാൽ അറിയാൻ പറ്റും, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പോ അത് മാത്രമല്ല, ഞാൻ ഈ സീക്രട്ട് ഏജന്റിനെ പറ്റി മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനോട് ഒരു ഓൺലൈൻ മാധ്യമകാരൻ ചോദിക്കുന്നുണ്ടായി, അതായത് പിണറായി വിജയനെ പറ്റിയും ഈ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയും. അപ്പൊ അതില് പുള്ളിക്കാരൻ പക്കയായിട്ട് പുള്ളിക്കാരൻ രാഷ്ട്രീയം പറയുന്നുണ്ട്. അതായത് പുള്ളിക്കാരൻ കമ്മ്യൂണിസ്റ്റുകാരെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ ഇഷ്ടമല്ല, VD സതീശന് ഇഷ്ടം, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരന് ഇഷ്ടം. ആള് നിലപാട് വ്യക്തമാക്കി. അതായത് CPM വിരുദ്ധനാണ് പുള്ളിക്കാരൻ. അപ്പൊ ഓട്ടോമാറ്റിക്കലി CPM വിരുദ്ധനായിട്ടുള്ള ഒരാൾക്ക് സുനിതയുടെ പോലത്തെ ഒരു ഇടതനുകൂല വ്യക്തിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം ട്രിഗേർഡ് ആവാൻ വേറെ കാര്യമൊന്നും വേണ്ട, പറഞ്ഞില്ലേ. അപ്പൊ അതാണ് ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം. അപ്പൊ ഇതിലെനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സുനിത പറഞ്ഞ കാര്യം അതൊരു വാലിഡ് പോയിന്റാ. പറഞ്ഞ രീതിയിൽ എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ടെങ്കിലും പറഞ്ഞ കണ്ടന്റ് കറക്റ്റ്. അതായത് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ വ്യക്തി, ഇപ്പോ സുനിധിയും സീക്രട്ട് ഏജന്റ് ഇപ്പൊ ഞാനാണെങ്കിലൊക്കെ ചെയ്യുന്നത് റിയാക്ഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ കാര്യത്തിന് ഇടപെടുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അവിടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും സ്വന്തം സുഹൃത്തിന്റെ ജീവിതം വിറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടപ്പെട്ട ആളെ വിളിച്ച് അവരുടെ പ്രൈവസി വിറ്റ് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയില്ല, പറഞ്ഞ നമ്മൾ പൊതുമണ്ഡലത്തിൽ അതായത് നമുക്ക് പേഴ്സണലി അറിയാത്ത വ്യക്തികളായിരിക്കും, പക്ഷെ സോഷ്യൽ മീഡിയയിലും പൊതുമണ്ഡലത്തിൽ അവരെ പറ്റിയുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അതിന് വിശകലനം ചെയ്യുന്ന രീതിയാണ് എനിക്കും അല്ലെങ്കിൽ സുനിത പോലത്തെ വ്യക്തികളും ചെയ്യണത്. പക്ഷെ സീക്രട്ട് ഏജന്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ അഖിൽ എന്ന് പറഞ്ഞ വ്യക്തിനെ ഫോം വിളിക്കുക, അതായത് ഫ്രണ്ട്ഷിപ്പിനെ ഇതിനുവേണ്ടി ഉപയോഗിക്കും. ഇപ്പൊ ഒരാളായിട്ട് ഇപ്പൊ സുനിത ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു ഇൻഫ്ലുവൻസേഴ്സിന്റെ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എല്ലാവരും നമ്പർ ശേഖരിക്കുക, അല്ലെങ്കിൽ ആണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടനിലക്കാരനായിട്ട് ഈ സീക്രട്ട് ഏജന്റ് നിൽക്കും. എന്നിട്ട് ഈ ഇടനിലക്കാരായിട്ട് നിന്നിട്ട് രണ്ടു വിഭാഗത്തിന്റെയും കാര്യങ്ങൾ ഊറ്റിയെടുക്കും, ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, എന്നിട്ട് അത് വിറ്റ് പൈസ ഉണ്ടാക്കും, പറഞ്ഞ മനസ്സിലായ. അപ്പൊ അത് ആണ് ഇതിലെ ഏറ്റവും വലിയ ദുഷിച്ചിന്താഗതി. അതായത് റിയാക്ഷനോ അല്ലെങ്കിൽ ഒരാളെ പറ്റി വീഡിയോ ചെയ്യുന്നതിലൊന്നും തെറ്റില്ല, പക്ഷെ ഒരു സുഹൃത്ത് ചമഞ്ഞിട്ട് ആ വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങളും അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫും ഊറ്റിയെടുത്ത് ഈ തേനീച്ച തേൻ കുടിക്കുക പറക്ക ആ ഒരു ടെക്നിക്കാണ് അവൻ ചെയ്യണത്, പറഞ്ഞ മനസ്സിലായ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുമ്പോ നിങ്ങൾ സ്വന്തം സുഹൃത്തിന്റെ ഈ പ്രൈവസി വിറ്റ് ആരെങ്കിലും ഇതുപോലെ അല്ലെങ്കിൽ അപ്പോ ഒറ്റ കാര്യമുള്ളൂ, സുഹൃത്തായിരിക്കില്ല.
ഇവൻ സുഹൃത്ത് ചമയണതായിരിക്കും. അപ്പോൾ ആൾക്കാർ മനസ്സിലാക്കുക ഇതുപോലുള്ള ഈ ദുഷിച്ച ചിന്താഗതിയുള്ള ആൾക്കാർ, അതായത് ഒപ്പം നിന്ന് ചെവി തിന്നുന്ന ആൾക്കാർ തിരിച്ചറിയാം. അതിനെല്ലാം എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം, അതായത് രാഷ്ട്രീയത്തിനപ്പുറം ഇങ്ങനെ ചില ആൾക്കാരുണ്ട്. അത് രാഷ്ട്രീയ അല്ല മെയിൻ, ഇങ്ങനെ ചില ദുഷിച്ച ചിന്താഗതിയുള്ള ആൾക്കാർ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് തന്നെ വിലയാവുന്നത്. അപ്പൊ ഇതിൽ ആൾക്കാർ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും യൂട്യൂബേഴ്സ് അല്ല, ഇപ്പൊ നമുക്കുള്ള ഫ്രണ്ട്സ് എല്ലാവരും യൂട്യൂബേഴ്സ് ആവണമെന്നില്ല. അല്ലാണ്ടും ചില ആൾക്കാർ ഈ യൂട്യൂബിൽ ഇടണം തന്നില്ലാന്ന്. ഇപ്പോ വിറ്റ് പൈസനെങ്കിലും മാത്രമല്ല വിറ്റ് സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അതിനെങ്ങനെയാന്ന് പറഞ്ഞാൽ, അതായത് ചില ആൾക്കാരുണ്ടോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളും പറയും. അപ്പൊ അവരിതൊക്കെ കേട്ടിരുന്നിട്ട് അവർ ഇതിൽ നിന്നൊരു ലഹരി കണ്ടെത്തും. അതായത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കേട്ട് ലഹരി കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരുണ്ട്, പറയാം. അവർക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മൾക്ക് മെച്ചം വരണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടണം എന്നുള്ള ആഗ്രഹമായിരിക്കില്ല. അതിന് പകരം അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് ഇല്ലാണ്ടാവണമെന്നുള്ള ആഗ്രഹമായിരിക്കില്ല. പക്ഷെ നമ്മുടെ പ്രോബ്ലംസ് കേൾക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പ്രോബ്ലംസ് കേട്ടിട്ട് വേറെ ആൾക്കാരോട് പോയി പറയാ, അല്ലെങ്കിൽ വേറെ ആൾക്കാരോട് പറഞ്ഞ് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ജനം അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ തിരിച്ചറിയണം. മനസ്സിലായില്ലേ? ഈ സീക്രട്ട് ഏജന്റിന്റെ പോലത്തെ ഉള്ള ഈ ദുഷിച്ച ചിന്താഗതി എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ചെറ്റതരെന്ന് പറയാൻ പറ്റില്ല, ഒരു ദുഷിച്ച ചിന്താഗതി എന്ന് പറയാനുള്ളൂ. അതായത് നമുക്ക് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ സ്വന്തം കാര്യങ്ങൾ ഇപ്പോ വളരെ ആത്മാർത്ഥമായിട്ട് ആരോടും പറയാത്ത കാര്യങ്ങൾ ഒരാളെ വിശ്വസിച്ച് പറയുമ്പോ അത് വേറെ ആളോട് പറയലോ, അല്ലെങ്കിൽ അത് വിറ്റ് പൈസ ഉണ്ടാക്കലോ, അല്ലെങ്കിൽ അതിന് ആനന്ദം കണ്ടെത്തുക. അതായത് ഒരാളുടെ വിഷമത്തിൽ ആനന്ദം കണ്ടെത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ വളരെ ദുഷിച്ചമായ ഒരു പേഴ്സണാലിറ്റിയാണ്. പറഞ്ഞ മനസ്സിലായില്ല? അതൊരു എന്താ പറയാ, അത് അങ്ങനെയുള്ളവര് അത് വിഷങ്ങളാണ്. പറഞ്ഞ മനസ്സിലായില്ല? അപ്പൊ അങ്ങനെയുള്ളവര് പരമാവധി ശ്രദ്ധിക്കുക, അകറ്റി നിർത്തുക, ജീവിതം മെച്ചപ്പെടുത്തുക.